ഫ്രണ്ട്സ്, ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ നമ്മൾ വലിയൊരു ചെമ്മീൻ്റെ ചാലാണ് ഈ കാണുന്നത്. ഏകദേശം 2 ഏക്കറിൻ്റെ മുകളിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൽ എല്ലാ പ്രാവശ്യവും ചെമ്മീനാണ് അവർ ചെയ്യാറ്. പക്ഷേ അതിന് വിപരീതമായിട്ട് ഇപ്രാവശ്യം വരാലാണ് ചെയ്തിട്ടുള്ളത്. വരാൽ ഏകദേശം 8-9 മാസമായി. അപ്പോൾ നമ്മൾ പിടിക്കുന്നതിന് മുമ്പായിട്ട് ഈ കുളത്തിൻ്റെ ഉടമസ്ഥരൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഇത് വളർത്തിയത്, എന്തൊക്കെയാണ്, എത്രത്തോളം മീനുണ്ട് ഇതിൽ, എങ്ങനെയൊക്കെയാണ് പിടിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. 8 മാസമായി അല്ലേ? മൊത്തം അവിടെ പോയി നിൽക്കും. അപ്പോൾ തീറ്റ ഈ ഭാഗത്ത് മാത്രമാണോ കൊടുക്കുന്നത്? ചുറ്റും കൊടുക്കും. മനസ്സിലായി. ഇവർക്ക് ഇതിൽ കഴിക്കാൻ ചെറുമീൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ മീൻ അത്യാവശ്യം വലുതായിട്ടുണ്ടാവണം. അത്യാവശ്യം 1 കിലോത്തിന്റെ അടുത്തുള്ള നമുക്ക് കണ്ടാൽ 1 കിലോത്തി മേല് തോന്നും വലുതേ. പക്ഷെ എന്നാൽ ഇത് എത്ര പാടത്തായിട്ട്? 2 ഏക്കർ. അല്ല, ഇത് എത്രയാണ് ഇപ്പൊ നമ്മൾ? 2 ഏക്കർ. ഇത് മാത്രം 2 ഏക്കർ. ഇതില് മാത്രമാണോ ഇട്ടിരിക്കുന്നത്? ഇതില് മാത്രമേ. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യാണ്. അതിനെന്താ, അടിപൊളിയല്ലേ, ധൈര്യമായിട്ട് ചെയ്തോ. അപ്പൊ ഇതിന്റെ ഫിഷ് നമുക്ക് മൊത്തം എത്ര വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് മുതലാവുന്ന ഒരു റേറ്റ് നമ്മൾ തരാം. 20,000 കുഞ്ഞിട്ട് ഇതില് മാത്രം. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു മാർക്കറ്റിങ്ങും ഇതിന്റെ വളർച്ചയും കാര്യങ്ങളും സർവൈവൽ റേറ്റും എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ചെയ്യാലെന്ന് കരുതിയാണ്. ഇത് നിങ്ങൾ വല ഇട്ടതുകൊണ്ട് വലിയ മീൻ അധികം പോയിട്ടുണ്ടാവില്ല. വല ഇടാത്തപ്പോൾ ഇതിലെ പ്രശ്നം. ഒരു ദിവസം മീനിനെ കാക്ക ശരിക്കും ഇറങ്ങിയില്ല. നീർക്കാക്കല്ലേ? അതിനെ കുറെ പോയിട്ടുണ്ടാവും. അപ്പൊ അത് കുറച്ച് പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മീനിന്റെ തീറ്റ ഇടുന്ന ഈ ഒരു ഭാഗത്ത് മാത്രമാണോ? അല്ല, എല്ലായിടത്തും ചുറ്റും ചുറ്റും നടന്ന് വഞ്ചിക്കകത്ത് പോയിട്ടിടും. ബോക്സിനകത്ത് ഒരു പാക്കറ്റ് തീനെ പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ടു. അപ്പൊ ഒരു ദിവസം എത്ര തീറ്റ കൊടുക്കുന്നുണ്ട്? ഒരു ദിവസം നമ്മള് ശരിക്കും 1.5 ചാക്ക് തീറ്റ കൊടുത്തോണ്ടിരുന്ന. പക്ഷെ ഇതിന് നിങ്ങൾക്ക് ആ തീറ്റ കുറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നും ആക്കണ്ട. കാരണം ഇതിൽ ഇഷ്ടം പോലെ ചെറുമീനുണ്ട്. അയ്യോ, നാടൻ പിലോപ്പിയാണ്. തിലോപ്പിയ പെട്ടാലാണ് പണി. അല്ല, അതിന്റെ കുഞ്ഞുങ്ങള് തിലോപ്പി ബ്രീഡായി. പക്ഷെ തിലോപ്പി നമ്മുടെ ഈ ഫീഡ് എടുക്കുവേ. ഇതേ ഇപ്പൊ തന്നെ കണ്ടോ, നമ്മൾ ഇട്ട് കൊടുത്ത തീറ്റ അവന്മാരെ കടിക്കുന്നത്, കുഞ്ഞുങ്ങള് കടിക്കുന്നതാണ്. അതെ, ഇവിടെ ഇപ്പൊ ചൂട് കാരണം എന്റെ കാല് കൊള്ളുന്നുണ്ട് വെള്ളം. അത്രയും ചൂട്. അത് കാരണം ആ ഭാഗത്താണ് കോൺടാക്ട് നിൽക്കുന്നത്. അത് ശരി. നമുക്ക് അവിടെ പോയി കാണാൻ പറ്റുമോ? അവിടെ വള്ളത്തിൽ ഇരുന്നാൽ കാണാം. ഇതുപോലെ നമുക്ക് വള്ളത്തെ പോയി ഫീഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവൻ വന്ന് എടുക്കും, നന്നായിട്ട് അവിടെ എടുക്കും. ഇവിടെ ചാടി വരും, നമുക്ക് കാണാൻ പറ്റും. കാണിച്ചു തരാം. വീശു വേണ്ട, പേടിക്കും. എനിക്ക് ഒരു 1-2 എണ്ണത്തിന് കണ്ടാൽ മതി. എനിക്ക് ഇപ്പൊ ഏകദേശം ഒരു ധാരണ ആയിട്ടുണ്ട്. കാരണം മീൻ അത്യാവശ്യം വലുതായിട്ടുണ്ടാവും. 8 മാസം ആയാലോ. ബ്രാലൊരു മാത്രം വിളിച്ചിട്ടുണ്ട്. ബ്രാല് കാണാതെ പൊങ്ങി വരും. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഉച്ചയാരം ഒന്ന് വെയിറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് പോയി വെച്ച് തീറ്റ ഇടാം. വന്ന് എടുക്കണൊക്കെ ബ്രാലാണ്. നമ്മൾ തീനിടാനായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ കൂടെ കൂട്ടമായിട്ട് ചാടി വരും. നിങ്ങളെ സ്ഥിരമായിട്ട് കാണോട്ടോ, അവര് വരാതിരിക്കില്ല. അല്ല, ഇത് എന്റെ കയ്യിൽ വന്നവരെ വന്നെടുക്കണ. കയ്യിൽ വന്നവരെ തീറ്റ എടുക്കും. ഭയമില്ല ഇതിന്. ആണല്ലേ? അപ്പൊ അത്രയും നന്നായിട്ട് ഇണങ്ങി. ഇപ്പൊ നാച്ചുറൽ ഫോണിൽ കിടക്കണമെങ്കിലും അവന് വലിയ ഭയമൊന്നും. നമുക്ക് എന്ത് വേണമെന്നറിയോ, നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് പിടിച്ചു നോക്കാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. വല ഇപ്പൊ ഈ കാല് കാരണം ചിലപ്പോ മൊത്തത്തിൽ വല ഇടാനും പ്രയാസമായിരിക്കും. ഈ കാല് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒരു കോരുവലയിട്ട് പോരത്തൊക്കെ സംവിധാനം. കുഴിയുള്ള ഒരു സെക്ഷന് നമ്മളൊരു വലയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ആ സെക്ഷൻ മാത്രം കൂരുക. അങ്ങനെ ഇതിന് നടക്കും. ചെയ്യാനുള്ള സംവിധാനം ചെയ്യാം. അങ്ങനെ പറ്റുള്ളൂ. നിങ്ങളെ പിടിക്കാനുള്ള സംവിധാനം ഉണ്ടാ? നമ്മൾ പിടിക്കണമെങ്കിൽ ഒന്നിച്ച് നമ്മളതിനെ പിടിച്ച് എടുക്കാം. അതിന് പ്രശ്നമില്ല. കണ്ടു. ഇതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു 600 ഗ്രാമിൽ മേലായിരിക്കും 80% മീനും. എന്നാൽ ഈ കാര ചെമ്മീത്തിന്റെ ആള് കൃഷിക്കാരാണ് ഞങ്ങള്. അപ്പൊ കുറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ ഒന്നുമില്ലെങ്കിൽ റിട്ടേൺ അല്ലെങ്കിൽ നമുക്ക് എടുക്കാം, തൂക്കിട്ട് അതിന്റെ റേറ്റിന് എടുക്കാം. വീണ്ടും ഇടാം. ശരി. ഒരു വീശാങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 2 പോണം കണ്ടതിന്റെ സൈസ് മനസ്സിലാകും. പിന്നെ ഇതാണ് മുഴുത്ത പൊളിച്ചു പോകും. അത് വേണ്ട, വേണ്ട, നമ്മളത് വേണ്ട. ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ സാധാരണയായിട്ട് ഈ ചെറുമീനുള്ള കുളങ്ങൾ 5 മാസം കഴിഞ്ഞാലും ഞാൻ റെഡിയാണ് പിടിച്ചെടുക്കാൻ.
കാരണം നമുക്കത് 9-ാമത്തെ മാസം. 9-ാമത്തെ മാസമല്ലേ. അപ്പൊ നമ്മൾ ഇനി ഒന്നും നോക്കണ്ട, നമ്മള് രണ്ടുപേരും തൃപ്തി ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നലെ വലക്കാരപ്പോ നിങ്ങളെ ഈ ഭാഗത്ത് വലക്കാരെ കിട്ടാല്ലേ? വലക്കാര് കോരുകാരായിട്ട് പറഞ്ഞാൽ കോരും, എങ്കിലും ഇതിന്റെ ഈ വരാലിന്റെ കോരിനെ കുറിച്ച് ചളി ഉണ്ടോ? അടിയിൽ ചളി എത്ര ഉണ്ട്? ചെളി ഈ ഭാഗത്ത്, ആ ഭാഗത്തെ ചെള്ള കുറച്ച് ചെള്ളേ, ഈ കുഴിയിൽ കുറച്ച് ചെള്ളുണ്ട്. കഴിഞ്ഞ കൊല്ലം ചെള്ള ഉൾപ്പെടെ അങ്ങ് എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തതാണ്. അടിമണ്ണ് തൊട്ടാണ്, എന്നാലും ചെള്ള ഉണ്ടാവും, ഏകദേശം ഒരു അടി കാണും. ഇവൻ പൂളും. പിന്നെ നമ്മളിത് ഇനി വറ്റിക്കലൊക്കെ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് വറ്റിച്ച് പിടിക്കണമെങ്കിൽ നിങ്ങൾ മൊത്തം ഈ സാധനം എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടോർ വെച്ച് വെള്ളം അടിച്ച് പറ്റി. അല്ല, അത് നമുക്ക് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ ഒരു 5-6 പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തായാലും ചെളിയിൽ മീനുണ്ടാവും. അപ്പൊ ആ സമയത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഇത് ശരിക്കും എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ പറ്റിക്കും. അതാ ഞാൻ ചോദിക്കുന്നത്. ഏപ്രിൽ മാസം പറ്റിച്ച് ഉണക്കണതാണ്. ഇപ്പൊ അപ്പുറത്ത് മഴ പോയി കിടക്കണ കാരണം അപ്പുറത്ത് പണം പറ്റിക്കല. പറ്റിച്ചില്ലെങ്കിലും നമ്മൾ ഇതിനകത്ത് പറ്റിക്കും. പറ്റിക്കണമെങ്കിൽ പറ്റിച്ച് പിടിക്കാം. പറ്റിച്ച് പിടിച്ചാൽ നമുക്ക് അടുത്ത കൃഷി ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്യാം. ഈ കുഞ്ഞിനെ വേണമെങ്കിൽ നമുക്കൊന്ന് കുറച്ച് ബ്രീഡ് ചെയ്യിച്ചെടുക്കാവേ. ഇപ്പൊ ഈ നാച്ചുറലായിട്ട് ബ്രീഡ് ചെയ്യുമെങ്കിലും ഈ ഫീഡ് പരിശീലിപ്പിച്ചെടുക്കല് പാടാം. നാച്ചുറലായിട്ട് ബ്രീഡ് ചെയ്തത് വല്ലാണ്ട് വളർന്ന് കിട്ടാൻ പ്രയാസമാണ്. ചില സ്ഥലത്ത് മാത്രം അത്, അതായത് അതിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ല. കാരണം അതിന് വേണ്ട തീരും കിട്ടിയില്ല. ഇതിപ്പോ നമ്മളിപ്പോ ഇത്രയും പെല്ലറ്റ് ഇട്ട് കൊടുത്തിട്ട് അവന്മാര് വല്ലാണ്ട് കഴിക്കുന്നില്ല. അതിനർത്ഥം അവർക്ക് ഇഷ്ടംപോലെ തിന്നാനുള്ളത് ഇതിൽ തന്നെ ഉണ്ട്. ഇവൻ ശരിക്കും വന്നിട്ടില്ല ഇവിടെ. ഇവിടെ വന്നതും ഫീഡ് ഇപ്പൊ ഒരു പാക്കറ്റ് തീനിട്ട് നമ്മൾ തിരിച്ചുവിടെ വരുമ്പോ ഒരെണ്ണം പോലും ഉണ്ടായി കംപ്ലീറ്റ് തിന്നോളൂ. ഇപ്പൊ ഈ കക്ഷികൾ ഈ ചൂട് കാരണം ഈ പരിസരത്ത് എവിടെയോ നിന്ന ആളുകളാണ് ഈ വന്നത്. മനസ്സിലായി. അതാണ് അവൻ എടുക്കാനൊരു മടി കാണിക്കണം. എന്ന് വെച്ചാൽ തീറ്റ എടുത്തോളൂ അല്ല. എന്തായാലും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. പക്ഷെ നമുക്ക് കണ്ടു വണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് വെള്ളം നിറക്കണം. ഈ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം കൊണ്ടുവരേണ്ടി വരും. അത് വേണേ ഷെഡിൽ നിന്ന് ഈ വെള്ളം നമുക്ക് പറ്റില്ല. ഇതെന്താ പറയുക, ഇത് നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്തേ ഇതിങ്ങനെ ബ്രേക്ക് ചോട്ടലും വണ്ടിയിട്ട് ഇതിങ്ങനെ ഒരു നമ്മളെ മിക്സിയുടെ ജാറിലടിച്ച പോലെ ഇത് മൊത്തം കലങ്ങി പോകും. വെള്ളം കൊഴുത്ത് മീൻ ചാവാനുള്ള സാധ്യത ഉണ്ട്. കിണർ വെള്ളം അങ്ങനെ വല്ലതും കിട്ടാനുള്ള മാർഗം. നമുക്ക് ബോർ ചെയ്ത വെള്ളം ബോറിലായാലും കുഴപ്പമില്ല. ബോർ ചെയ്തിട്ടേ ഒരു ദിവസം നമുക്കൊന്ന് വെച്ചേക്കാം. നമുക്ക് ഇവിടെ ഒരു 15 ഡ്രം ഉണ്ട്. ആ ഡ്രമ്മിൽ 15 ഡ്രമ്മിലും വെള്ളം എടുത്ത് നമുക്ക് ഒരു ദിവസം ഓപ്പൺ ചെയ്ത് വെക്കാമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വല്ല ടോക്സിൻസ് സാധനം ഉണ്ടെങ്കിലെല്ലാം പോയിക്കോളും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വൈകുന്നേരം അധികം വേണ്ട, നമുക്കൊരു 1500 ലിറ്റർ മതിയാവും. അപ്പൊ 200ന്റെ 15 ഡ്രം ഉണ്ട്. 3000. അതെ, 15 2 30 3000 ലിറ്റർ നമുക്ക് കിട്ടും. അല്ല, യൂനോ നമ്മൾ ഇറക്കി തരുന്നുണ്ട്, ഹോൾസെയിൽ റേറ്റിന് ഇറക്കി തരുന്നത്. പക്ഷേ ഇതിൻ്റെ അത്ര റേറ്റ് ആ റേറ്റിന് കിട്ടില്ല. ഈ റേറ്റിന് കിട്ടില്ല. ഇത് റേറ്റ് കുറവാ. ഞങ്ങള് ആദ്യം ഇട്ടുകൊണ്ടിരുന്നത് ആദ്യത്തെ 2 മാസം കൊടുത്തോണ്ടിരുന്നത് മറ്റേ ഗ്രോവെല്ലിന്റെ നീന. അത് ശരി. അത് അത് യൂനോണ് കൂടുതൽ പോകുന്നത്. ബ്രാലിന് കൂടുതൽ യൂനോ. അപ്പൊ ഞങ്ങള് അത് കഴിഞ്ഞപ്പോ അവിടെ ബഷീർ എന്ന് പറഞ്ഞൊരു ആളുണ്ട്. എൻ്റെ വീട് ഒറ്റപ്പാലം. നമുക്ക് ഇവിടെയൊക്കെ കുറെ ആൾക്കാരൊക്കെ പരിചയമുണ്ട്. എൻ്റെ പേര് നിഷാദ്. അപ്പൊ ഞങ്ങൾ ഈ മത്സ്യകൃഷി ഇതൊക്കെ തിരിഞ്ഞത് ചെമ്മീൻ കൃഷി ഇപ്പൊ വലിയ ഗുണകരമല്ല. ചെമ്മീൻ അത്ര ലാഭകരം. ഞാനങ്ങനെ വരാല് കൃഷിയെ കുറിച്ച് അങ്ങനെ അത് നിങ്ങൾ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ വളർച്ചയിൽ ഇഷ്യൂസ് ഇല്ല, മാർക്കറ്റിങ്ങിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. സെറ്റ് ചെയ്ത് തരാം, അതിനൊന്നും പ്രശ്നമില്ല. വെള്ളം പറ്റുമ്പോ അങ്ങനെ കിട്ടുന്ന നാച്ചുറൽ ബ്രാല ഇവിടെ ഇരുന്നു ആ പടിയെ കയറി ഈ കല്ല ചൂട്ടി കയറി. ഇച്ചിരി വെയിറ്റ് ഉള്ള ആളാ. അതൊന്നും കുഴപ്പമില്ല. കയറി ആ കല്ല് ആ പടിയായിരുന്നേ കയറിക്ക് കുഴപ്പമില്ല.
കരിക്കന്നെ കിട്ടണം. പുറത്തൊക്കെ ഉപ്പാണ്, ഇതിനകത്ത് അപ്പോൾ ഉപ്പൊന്നും കയറ്റിയിട്ടുണ്ടാവും. നമുക്കപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാലേ കുറച്ച് നേരം നിന്ന് നോക്കണം. അത് നമുക്ക് അങ്ങോട്ട് മാറിയിട്ടില്ല, ഇവിടെ വെള്ളം നിൽക്കില്ല, കാറ്റ് ആയതുകൊണ്ടാണ് ഞാൻ വലിച്ചു വിടുന്നത്. നമുക്ക് ആ സൈഡിൽ കാറ്റ് മറക്ക് എന്നിട്ടിട്ട് ഇതിങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത് പോയിക്കൊണ്ടേ അതെ. ഇവൻ നേരത്തെ ഇപ്പൊ ഈ കാറ്റ് പോലുള്ളത് കൊണ്ടാണ് എന്നല്ല ഇപ്പൊ ഒരു ഇച്ചിരി മടിപ്പുണ്ട് തീറ്റി. അവ ഇനി വലുതാകണ കൊണ്ടാണെന്ന് എനിക്കറിയാം. ഇല്ല, വലുതാവുന്നതായിട്ടായിരിക്കില്ല, അവർക്ക് ഇഷ്ടം പോലെ തീറ്റ ഇതിനകത്തുണ്ട് അത്യാവശ്യം. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് വെള്ളം വലിക്കാൻ പറ്റിയല്ല, ചാടി വള്ളത്തെ വീണ് ഭയങ്കര ബഹളം. തീന് കൊടുക്കുന്ന ടൈമായി വരുന്നേ ഉള്ളൂ, അതാണ് ബഹളം വെക്കാറ്. ആ സമയത്ത് നമ്മൾ ഇടുന്ന പാട്ടിലും വരും. ഇവിടൊക്കെ എത്ര താഴ്ചയുണ്ട്? ഇവിടെ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ഒരു മീറ്റർ അടുത്തുണ്ടാവും. ശരി കാണായതുകൊണ്ട് ശരി. നേരെ കുറച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് മാറിയിട്ടാണ് അത്ര ഉണ്ടായത്. പിന്നെ വടക്കേ മൂലയിലായിരിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. പരിചയമില്ലാത്തൊരു വന്നു കഴിഞ്ഞാൽ അവന്മാര് അങ്ങനെ ഉണ്ടാവും അല്ലേ, വരാൻ പ്രയാസ. ഞാനിങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്ത് കൈ വരെ വന്നെടുക്കുവായിരുന്നു. ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിന്. നമ്മൾ വിചാരിച്ച പോലെയല്ല, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ബ്രാലിന്റെ അല്ല, തിലോപ്പിയുടെയും മറ്റേ പൂഞ്ഞാൻ എന്ന് പറയുന്ന സാധനം, അതുങ്ങളെല്ലാം കൂടിയാണ് നിൽക്കുന്നത്. അത് കുഴപ്പമില്ല, അത് നല്ലതാ, നാച്ചുറൽ തീറ്റയാണല്ലോ. ഏത് പ്രോട്ടീൻ കൊടുത്താലും മറ്റേത് കൊടുക്കണ പോലെ ആവില്ല. അത് ബ്ലഡും ഇതെല്ലാം കൂടെ ഉള്ളതല്ലേ. ഇതിലും ഇവര് മിക്സ് ചെയ്തിട്ടൊക്കെ തന്നെ വരുന്നുണ്ടാവും. പക്ഷെ അത് എല്ലാം ഉണ്ടാവും, എല്ലാം മിക്സ് ചെയ്തിട്ടാ വരുന്നത്. ഇത് ബ്രാലിന്റെ അതുണ്ടാവും, അത് നമ്മളെ മനുഷ്യരിലും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇടക്ക് വരെ കംപ്ലൈന്റ് ഉണ്ടാവും. അത് ചിലപ്പോ ആഴ്ചയിൽ ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ ഉണ്ടാവും. ഞാനൊരു ദിവസം എനിക്കൊരു 1000, 1200, 1500 കിലോ വേണം അല്ലേ മിനിമം, ഡെയിലി ജീവനോടെ വേണം. എന്തായാലാണ് എനിക്ക്, എന്നാലും തികയില്ല. ഇപ്പോഴും 2 വണ്ടി നിൽക്കണം ഹോൾഡിങ്ങിൽ. ഓൾ കേരള അല്ല, ഓൾ ഇന്ത്യ. ഇത് കൂടാണ്ട് വേറെ ജീവനുള്ള വേറെ നമ്മളിപ്പോ കാരി വരാല് നാടൻ ഇപ്പൊ ഒരു 500 കിലോ ഇവിടെ കോട്ടയത്ത് പിടിച്ചിട്ടുണ്ട്. ഉണ്ട് അത് ഇനി പിടിച്ചിട്ടുണ്ട്. അതിപ്പോ അത് കോരി പിടിക്കും. കാരി നമുക്ക് 250, 220, 250 സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മൾ വരാലിന്റെ പോലെ തന്നെ. അതിപ്പോ കരിമീനാണെങ്കിലും കാരച്ചെമ്മീനാണെങ്കിലും ആസംവാള എടുക്കും. പിന്നെ ആസംവാള ഇപ്പൊ നമുക്ക് 60 രൂപ, 60-65 രൂപ അതിന് അങ്ങനെ കിട്ടുള്ളൂ. അതിപ്പോ നമ്മൾ പെല്ലറ്റ് കൊടുത്താലൊന്നും നമുക്ക് മുതലാവില്ല. ഇല്ല കോഴി വേസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതെ, ഈ തണല് പറ്റി ഈ ആമ്പൽ ഇവിടെ ഉണ്ടല്ലേ, തന്നെയല്ല തെങ്ങിന്റെ തണലും സന്ധ്യ കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വരൂ. മനസ്സിലായി. ഇപ്പൊ അവിടെയൊക്കെ അടിക്കൽ തുടങ്ങി, ആ ഭാഗത്തൊക്കെ തുടങ്ങി. അതെ, ഈ പരിചയമില്ലാത്ത സൗണ്ട് കേൾക്കുന്നുണ്ട്. അതെ പരിചയം ഇല്ലെങ്കിൽ വരില്ല. അതെ, വരാൻ പാടാ. ഇതേ എവിടെയൊക്കെ അടിക്കൽ തുടങ്ങി. പിന്നെ നമ്മൾ വഞ്ചിയിൽ പോവല്ലേ, അടുക്കില്ല. പിന്നെ ഇപ്പൊ എന്റെ അടുത്തേക്ക് അടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസം ഇങ്ങനെ വഞ്ചിക്ക് കൊടുത്ത് ശീലമുള്ളത് കൊണ്ട് വരുന്നേ. ഞങ്ങൾക്കൊരു 600 ഗ്രാമിന്റെ മുകളിലോട്ടാണ് വേണ്ടത്. അത് ഉണ്ടാവും, അത് കിട്ടും. ഒരു 80% 600 മേലാതി. ബ്രാലി കൃഷി ചെയ്താൽ മതി, അതാ നല്ലത്. അപ്പൊ അതെന്ത് വേണമെങ്കിലും ചെയ്യാം. ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്. മാർക്കറ്റിംഗ് കാര്യങ്ങളും
മറ്റുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട സാധനം 10, 20,000, 50,000 കിലോ വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് വേണ്ടത് എത്ര ഞാൻ പറഞ്ഞല്ലോ, ഒരു 2000 കിലോന്റെ അടുത്ത് നമുക്ക് വേണം. ചെയ്യാം. എനിക്ക് എന്റെ വീട് നേരെ പടിഞ്ഞാറ് വശമാണ്. എനിക്കുണ്ട് ഒരു നല്ലൊരു കണ്ടം, ഒരു 1.5 ഏക്കറിന്റെ ഒരു കണ്ടം, ബെസ്റ്റ് കണ്ടം. ആദ്യം നമുക്ക് ഇതൊന്നും റിസൾട്ട് നോക്കാം. ഇതൊന്ന് നോക്കാം, എങ്ങനെ ഉണ്ട് നോക്കിട്ടെ നമുക്ക് എങ്ങനെ പോണെന്ന് നോക്കാം. ഓക്കെ. അതാണ് ഞങ്ങള് ആദ്യമായിട്ട് എന്റെ നിർബന്ധത്തിലാണ് ഒരു തോട്ട് ചെയ്യാൻ ഇരുന്ന. പുള്ളി അവിടെ നിൽക്കുന്നുണ്ടല്ലോ വണ്ടിക്കാരൻ. അപ്പൊ മീനും മെല്ലെ വന്നിട്ട് തീറ്റ എടുക്കുന്നതെന്ന് അർത്ഥം അല്ലേ? ഇതിനകത്ത് നാടൻ ബ്രാല് ഉണ്ടായിരുന്നോ? നാടൻ ബ്രാല് ഇല്ലായിരുന്നു. 1-2 കാണും. അല്ല ഞാൻ ചോദിക്കുന്നതല്ല, നാടൻ ബ്രാല് ഈ വലയിട്ട കാരണം ഇത്തവണ വരികയല്ല. അപ്പുറത്തുള്ള ബ്രാല അവിടെ ഉപ്പ് കയറ്റി കഴിയുമ്പോ ഇങ്ങോട്ട് ചാടും, നമുക്ക് ഇതിനകത്തേക്ക് ചാടി കിട്ടും. അങ്ങനെ ഞാൻ തൃശ്ശൂർ കൊണ്ടുവന്ന് 1 കിലോ കൊറോണക്ക് മുമ്പ് 800 രൂപ 1 കിലോയ്ക്ക് എനിക്ക് നാടൻ ബ്രാല് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാ ഈസ്റ്ററില്ലേ, ഈസ്റ്ററിന്റെ വെള്ളിയാഴ്ച കൊണ്ടിരുന്നു. വെള്ളിയാഴ്ചയും ശനിയാഴ്ച വില കിട്ടുള്ളൂ, ഞായറാഴ്ച വില കിട്ടിയല്ല. 800 രൂപയ്ക്കാണ് ഞങ്ങൾ ഇവിടുന്ന്. അത് ഇപ്പോഴും ഉണ്ട്, പക്ഷെ അവിടെ ഒരു ലിമിറ്റ് ഉണ്ട് മീന് പോവാൻ. 1300 രൂപയ്ക്കാണ് അവന്മാര് തിരിച്ചു കൊടുക്കണം. അതിൽ ടോപ്പ് സൈസ് 1 കിലോ പറ്റുള്ളതാണ് ഈ പറഞ്ഞ വില. അത് 650, ഏറ്റവും ചെറുതിന് 450 രൂപ ഈസ്റ്ററിന് മാത്രം. എല്ലാ സമയത്ത് ആ വില കിട്ടിയല്ല കേട്ടോ. ഇപ്പൊ ഈ വളർത്ത് ബ്രാല് വന്നതോടുകൂടി ബ്രാലിന്റെ ഒരു മാർക്കറ്റിംഗ് പോകും. നാടൻ ബ്രാലിന്റെ മാർക്കറ്റ് കുറച്ച് കുറഞ്ഞു. കാരണം പക്ഷെ നമുക്ക് നാടൻ ബ്രാല് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഈ ബ്രാല് കഴിച്ചിട്ടില്ല. ഇതൊന്ന് കഴിച്ചു നോക്കണം. ഇതൊന്ന് ഒരു 7 മാസം കഴിഞ്ഞതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഏകദേശം എന്നിട്ട് ഒരു നാടൻ ബ്രാലും കഴിച്ചു നോക്കി. ചെറിയൊരു വ്യത്യാസമുള്ളൂ, അതായത് അതിന്റെ ഇറച്ചി ഒരു ലേശം ടൈറ്റ് ആയിരിക്കും, ഇത് സ്വല്പം ലൂസായിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. തൊലി കളഞ്ഞ് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ പിന്നെ ടേസ്റ്റ് കൂടും. കാരണം ഈ ചെറിയ ബോക്സിനകത്ത് ടാങ്കിലായിട്ടല്ല വളർത്തണം. അതെ. ഞങ്ങള് കുമരകത്തുനിന്ന് എടുത്ത് കഴിഞ്ഞു. ഏകദേശം അതും ഒരു 10-60 സെന്റ് ഉണ്ടാവും. അത്രേ ഉള്ളൂ, അത്ര വലുതല്ല, 60-70 സെന്റ്. പക്ഷെ അതില് 4.5 മാസത്തിലെ വിളവെടുത്ത് ചെറുമീൻ ഉണ്ടായിരുന്നു അതില്. അപ്പോ അതാ ഞാൻ പറഞ്ഞ ഇത് നമുക്ക് സമയമായിട്ടുണ്ട് എന്നുള്ളത്. അതിലെല്ലാം ഒരു 3/4 കിലോ, 1 കിലോ, 1.5 കിലോന്റെ ടൈപ്പിൽ മൊത്തം ഞങ്ങൾ മാത്രം ഒരു 1500-1600 കിലോ നമ്മൾ മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ അവര് വേറെ സെയിൽ ചെയ്തതും കൊടുത്തതും വേറെ ഉണ്ടാവും. പിന്നെ അവരെ കുറച്ച് വെള്ളം കയറി ചാടി പോയിട്ടുണ്ട്, പകുതി മുക്കാലും പോയിട്ടുണ്ട്. എന്നിട്ട് അപ്പൊ കഴിഞ്ഞ എല്ലാം ഒരു 3500 കിലോ ഏകദേശം പിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു ദിവസം ഇത് ഒന്ന് മഴക്ക് ഒരു ചെറിയ കവിച്ചിൽ പോലെയൊക്കെ വന്നു, പോയില്ല, അന്ന് തന്നെ വലയിട്ടുള്ള. അപ്പൊ ഇത്തവണ ചിലപ്പോ ഈ തുടക്കക്കാരനെന്നുള്ള നിലയിലേ ചെറിയ ഫാൾട്ടുകളൊക്കെ സ്വാഭാവികമാണ്. അല്ല കുറച്ചൊക്കെ പോയിട്ടുണ്ടോ? ഇതിന്ന് ചാടി പോയിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അടുത്തത് മീൻ ഏതിലെ ചാടി പോയപ്പോ? ഈ ചെറിയ നിറച്ചു വെള്ളം വരുന്നു. അത് ശരി. തുപ്പ നിൽക്കായിരുന്നു മഴക്ക്. അത് ശരി. അല്ല ചാടിപ്പോയെന്ന് നമ്മുടെ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ല, എങ്കിലും ഞാൻ ഊഹിക്കുകയാണ് കുറച്ചെന്തേലും പോയിട്ടുണ്ടാവുമെന്ന് ഊഹിക്കുകയാണ്. അപ്പൊ അടുത്ത കൊല്ലം നമ്മൾ അടുത്ത കൃഷിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പോരായ്മകളും നോക്കി